ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിവാദങ്ങൾ നിലനിൽക്കുന്നതിന്റെ ഇടയിലാണ് ഇപ്പോൾ ഈ വൃശ്ചിക മാസത്തിൽ നട തുറന്നത്, ഭക്തർ ഇങ്ങനെ ഒഴുകിയെത്തുന്നത്. പക്ഷെ ഭക്തർ ഓരോരുത്തരും പറയുന്നത് ഇനി ശബരിമലയിലേക്ക് ഞങ്ങളില്ല, അത്രത്തോളം മടുത്തു. ഒറ്റ ദിവസം കൊണ്ട് അവരൊക്കെ ശബരിമലയെ വെറുത്തതുപോലെ ആയിരിക്കുന്നു, ഒരു ബഹിഷ്കരണം പോലെ വന്നിരിക്കുന്നു. കാരണം അവിടുത്തെ എല്ലാ കാര്യങ്ങളും കാര്യങ്ങളെല്ലാം പാളിച്ചകൾ സംഭവിച്ചിരിക്കുന്നു, വീഴ്ചകൾ സംഭവിച്ചിരിക്കുന്നു. ഇപ്പോ പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വന്നിട്ട് പോലും അത് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇപ്പോ ADGP ശ്രീജിത്ത് പറയുന്നത് കേന്ദ്രസേന വരാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചത് എന്നൊക്കെയാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് രാഹുൽ ഈശ്വർ ശബരിമലയിൽ സംഭവിക്കുന്നത്? രണ്ട് കാര്യങ്ങൾ. ആദ്യം തന്നെ ജയകുമാർ സാറിന്റെ സമീപനം ഈ കാര്യത്തിൽ സ്വാഗതാർഹമാണ്. സ്വാഗതാർഹം എന്ന് പറയാൻ കാരണം അദ്ദേഹം തന്നെ നമ്മുടെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ ആ വാക്കുകളിൽ എക്സ്പ്രസ് ചെയ്തു. അപായകരമാണ്, അപകടകരമാണ്, പമ്പ മലിനമാണ് തുടങ്ങിയ ധാരാളം കാര്യങ്ങൾ. ഇത്തരം കാര്യങ്ങൾ മുമ്പോട്ട് പറയാൻ രാഷ്ട്രീയക്കാർക്ക് പലപ്പോഴും സാധിക്കില്ല. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ സ്വയം മനസ്സിലാക്കിയാൽ മാത്രമേ യഥാർത്ഥത്തിൽ നമുക്കത് പരിഹരിക്കാൻ കഴിയുള്ളൂ. അദ്ദേഹം അത് തുറന്നു പറഞ്ഞത് ആശ്വാസകരമാണ്. ശബരിമലയിൽ ക്യാരിയിങ് കപ്പാസിറ്റിയുടെ ഒരു കാര്യത്തിൽ പ്രശ്നമുണ്ട് എന്ന് നമുക്കെല്ലാം അറിയാം. പക്ഷെ ഇതെല്ലാം മാനേജ് ചെയ്യാനല്ലേ ദേവസ്വം ബോർഡ് ഇരിക്കുന്നത്. ശബരിമലയിൽ 53 ലക്ഷം ആൾക്കാര് ഈ മണ്ഡലമകരവിളക്കാലത്ത് വരുന്നതിന് 1000 ശൗചാലയങ്ങൾ പോരാന്ന് ഹൈക്കോടതി ഈ നവംബർ 12-നല്ലേ പറഞ്ഞത്. തന്നെ അജി ഒന്ന് ആലോചിച്ച് നോക്കൂ. നല്ല ബയോ ടോയ്ലറ്റുകൾക്ക് 25,000 മുതൽ 40,000 രൂപ വരെയാണ് വില. ഒരു 2000 അങ്ങനത്തെ ബയോ ടോയ്ലറ്റുകൾ മേടിച്ച് വെക്കാനാണെങ്കിൽ കൂടി വന്ന 5-5.5 കോടി രൂപയോ ചെലവാകുകയുള്ളൂ. യഥാർത്ഥത്തിൽ ശബരിമലയ്ക്കോ ദേവസ്വം ബോർഡിനോ അങ്ങനെ എന്തെങ്കിലും കാശിന്റെ കുറവുണ്ടോ? അവിടുത്തെ ശൗചാലയങ്ങൾ വൃത്തിയല്ല, പമ്പ മലിനമാണ്, എന്തൊരു ഗതികേടാണെന്നുള്ളതാണ്. അതായത് അയ്യപ്പനെ കല്ലും മുള്ളും കാലിക്കും എത്തിയായിട്ട് നമ്മളെ പരീക്ഷിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ഈ അയ്യപ്പന്മാരെ ദേവസ്വം ബോർഡ് പരീക്ഷിക്കുന്നത് എത്രമാത്രം വിഷകരമാണ്. ഈ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളുടെ ഓഡിയൻസ് വലുതും തിരുപ്പതി പോയിട്ടുണ്ടാവും. സത്യം പറയാമല്ലോ, തിരുപ്പതിയിൽ നമുക്ക് അസൂയ തോന്നും. അതായത് തിരുപ്പതിയിൽ പോകുന്ന വഴി നമുക്ക് പാലുണ്ട്, അല്ലെങ്കിൽ ബ്രെഡ് തരും. അവിടെ TV, അതായത് തിരുപ്പതി വെങ്കടേശ്വരന്റെ ചരിത്രവും പുരാണവും ഐതിഹ്യവും ഒക്കെ അറിയാൻ TVയും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് എന്തിന്റെ കേടാണ്? ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ മണ്ഡല മകരവിളക്ക് കാലവും ശബരിമലയും കേരള സംസ്ഥാനത്തിലേക്ക് 5000 മുതൽ 10,000 കോടി രൂപ വരെയാണ് നമ്മുടെ സംസ്ഥാനത്തിന് റവന്യൂ ഉണ്ടാകുന്നത്. കാര്യം ദശലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ വരുന്നു. അവർ 2000 മുതൽ 5000 രൂപ കയ്യിൽ നിന്ന് ചെലവഴിക്കുന്നു. ഇത്രയധികം ആൾക്കാർ വരുന്നു, ആഹാരം കഴിക്കുന്നു, മുണ്ട് മേടിക്കുന്നു, യാത്ര ചെയ്യുന്നു. എത്രമാത്രം നമ്മുടെ നാടിന്റെ സമ്പദ്ഘടനയെ താങ്ങി നിർത്തുന്ന ഒരു തീർത്ഥാടനമാണ്. കുറച്ചുകൂടി ഉത്തരവാദിത്തത്തോടെ നമ്മൾ ചെയ്യണ്ടേ? ഇന്നലെ ഒരു സ്ത്രീ കുഴഞ്ഞു വീണ് മരിച്ചു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എത്രമാത്രം വേദനാജനകവും വിഷമകരവുമാണ്. അപ്പോൾ ഇത് സീരിയസ് ആയി പ്രൊഫഷണലി ഡീൽ ചെയ്യണം എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മുടെ മലയാളികൾക്ക് ഇനിയെങ്കിലും വേണ്ടേ? ഞാൻ ആലങ്കാരികമായി പറയാറുണ്ട്, കേരളത്തിൽ ജനിച്ച ഏക ദൈവമാണ് അയ്യപ്പൻ എന്ന്, ഇൻ കോട്ട്സ്. കാര്യം നമ്മുടെ നാട്ടിൽ ജനിച്ച, ഈ നാട് വളർത്തിയ, നമ്മുടെ തിരുവിതാംകൂർ പന്തളം ഭാഗത്ത് ജനിച്ച മണികണ്ഠനാണ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായ ശബരിമലയുടെ ആത്മാവ്. നമുക്ക് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് നന്നായിട്ട് ഇത് കൊണ്ടുപോകണ്ടേ? എവിടെയാണ് ഇതിന് പാളിച്ച സംഭവിച്ചത്? ഇപ്പൊ മിനിറ്റിൽ തന്നെ 80 മുതൽ 90 ആളുകൾ വരെ 18ാം പടി കയറിയിരുന്ന സ്ഥാനത്താണ് ഇപ്പോ 50 മുതൽ 55 പേരെ മാത്രമേ കയറ്റിവിടാൻ കഴിയുന്നുള്ളൂ എന്നുള്ളതാണ് അവിടെ നിന്ന് കിട്ടുന്ന വിവരം. ദർശനം നടത്താതെ ഈ 41 ദിവസം വ്രതമെടുത്ത് അയ്യപ്പനെ ഒരു നോക്ക് കാണാനായി വളരെ ദൂരെ നിന്നൊക്കെ വന്ന ആളുകൾ ദർശനം നടത്താതെ അവിടെ തന്നെ മാല ഊരി എറിഞ്ഞിട്ട് പോകുന്ന ഒരു അവസ്ഥ. കാരണം അവരെ കുറ്റം പറയാനില്ല. അവരെ അയ്യപ്പന്മാരെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും കുറ്റം പറയാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡിന്റെ കഴിവുകേടും ലാക്ക് ഓഫ് പ്രൊഫഷണലിസവും മാനേജ്മെന്റ് സ്കിൽസിന്റെ കുറവുമല്ലേ ഇത്? നമുക്ക് താഴെ പമ്പയിൽ വരുമ്പോൾ എത്ര പേര് മേളിലേക്ക് വരുമെന്ന് നമുക്ക് ഉദ്ദേശിച്ചൂടെ? ബേസിക് കാര്യങ്ങളല്ലേ ഇതൊക്കെ? വേണ്ട രീതിയിൽ അവിടെ ഇപ്പം 18 മണിക്കൂറും 16 മണിക്കൂറും ഒക്കെ ക്യൂ നിൽക്കേണ്ടി വന്നു എന്ന് പറഞ്ഞു. പലർക്കും വെള്ളം കിട്ടിയിട്ടില്ല. അതായത് ക്യൂയിൽ നിന്ന് മാറിപ്പോയി വെള്ളം കുടിക്കാൻ പറ്റൂല്ലോ, ക്യൂന്ന് വെളിയിലാവൂലേ? അപ്പൊ ആ വെള്ളം കൊടുക്കാനുള്ള സൗകര്യം അവിടെയാണ് ഹൈന്ദവ പ്രസ്ഥാനങ്ങളെ, അമൃതാനന്ദമയി മഠത്തെ, ഇവരൊക്കെ ശബരിമല അത്യാവശ്യം നല്ല സേവനം ചെയ്തുകൊണ്ടിരുന്നവരാണ്. ഇവരുടെ എല്ലാം കൂടെ ശക്തിയും അവരുടെ ഒരു സ്ട്രെങ്ത്തും യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് എത്രയോ മെച്ചമാക്കാം. അതുകൊണ്ട് കുറച്ച് പ്രൊഫഷണലി ഇത്തരം കാര്യങ്ങൾ അറിയുന്നവരും ഡിവോട്ടി മാനേജ്മെന്റ്, ഞാൻ ക്രൗഡ് കൺട്രോൾ പോലും പറയില്ല, ഡിവോട്ടി മാനേജ്മെന്റ് അറിയാവുന്നവരും ഒക്കെ കാര്യം. ഞാൻ നമുക്കൊരു ദുരനുഭവം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പില്ലേ, എനിക്കത് പറയാൻ പോലും മടിയാണ്. പക്ഷെ അങ്ങനെ ഒരു ദുരനുഭവം നമുക്കില്ലേ? അപ്പൊ വളരെ സീരിയസും ശാസ്ത്രീയവുമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയും മാനേജ് ചെയ്യുകയും കൊണ്ടുപോവുകയും ചെയ്യണ്ടേ?
ജയകുമാർ സാർ ആയതുകൊണ്ട് ജയകുമാർ സാർ ഇനിയും അത് കാര്യമായി നോക്കുമെന്നാണ് എന്താ പറയുന്നത് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം ഇത് കഴിഞ്ഞ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തമാണ്. അതായത് അദ്ദേഹം കയറിയിട്ട് 3-4 ദിവസമല്ലേ ആയുള്ളൂ. കഴിഞ്ഞ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തമായിരുന്നു കുറച്ചുകൂടെ നല്ല രീതിയിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യണം. അതിന് കഴിവ്, മനസ്സ്, സമയം, ഊർജം, ഇച്ഛാശക്തി, അങ്ങനെ ഒരുപാട് കാര്യം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ആ ഇൻവെസ്റ്റ്മെന്റ് ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് എന്തിനാണ് മറച്ചു വെക്കുന്നത്, അതല്ലേ സത്യം. അപ്പം ഇനി നമ്മുടെ മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ച നമ്മുടെ ശബരിമല ഇതുണ്ടായിരുന്നല്ലോ, അയ്യപ്പ സംഗമത്തിലെ ഒരു സെഷൻ എന്ന് പറഞ്ഞാൽ ക്രൗഡ് കൺട്രോൾ ആയിരുന്നു. അതിൽ ക്രൗഡ് ഇല്ലായിരുന്നു, അതുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ എളുപ്പമായിരുന്നു. പക്ഷേ യഥാർത്ഥ ക്രൗഡ് വരുന്ന ശബരിമലയിൽ ഈ രീതിയിൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ പാളിയത് എത്രമാത്രം വിഷമവും വേദനയുമാണ് ഉണ്ടാക്കുന്നത്. ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഈ നമ്മൾ ഒരു മണ്ഡലകാലം അവസാനിക്കുന്നിടത്തു നിന്ന് അടുത്ത മണ്ഡലകാലത്തിന്റെ ആരംഭം തുടങ്ങുന്നു എന്നുള്ളതാണ്. അത്രയും നമുക്ക് സമയം വേണം. ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ അയ്യപ്പനെ കാണാൻ വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ ക്രമീകരണങ്ങൾ നടത്താൻ ഒരുപക്ഷെ നീണ്ട ഒരു കാത്തിരിപ്പ് അല്ലെങ്കിൽ നീണ്ട ഒരു സമയം നമ്മുടെ മുന്നിൽ വേണം. അപ്പോൾ ഈ കഴിഞ്ഞ മണ്ഡല വിളക്ക് അത് കഴിയുമ്പോൾ തൊട്ടടുത്ത ദിവസം മുതൽ അടുത്ത മണ്ഡലകാലത്തേക്കുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങണമെന്നുള്ളതാണ്. ഈ പഴയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അദ്ദേഹം എന്ത് ചെയ്യുകയായിരുന്നു? എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. എനിക്ക് വേദനയും വിഷമവും ഉണ്ട്. അദ്ദേഹം എന്താ പറയുക, നമുക്കെല്ലാം അറിയാവുന്ന തിരുവനന്തപുരത്തെ ഒരു യുവ നേതാവും മറ്റു കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷേ ഇദ്ദേഹം എന്ത് ചെയ്യുകയായിരുന്നു? എത്രയോ മാസങ്ങൾ കിട്ടിയതാണ് പ്രിപ്പയർ ചെയ്യാൻ. നമ്മുടെ പമ്പ ആക്ഷൻ പ്ലാൻ പോലുള്ള കാര്യങ്ങൾ, ഇപ്പം മാതാ അമൃതാനന്ദമയ മഠമടക്കം ഒരുപാട് അത്തരം കാര്യങ്ങൾ സംഭാവനയും മറ്റും കൊടുക്കുന്നവരാണ്. അവരുടെയും കൂടെ സപ്പോർട്ട് എടുത്ത് പമ്പ ക്ലീൻ ചെയ്യുക, അടിസ്ഥാനപരമായ ബയോ ടോയ്ലറ്റുകൾ ഒരുപാട് കാലമായിട്ട് അവിടെ പോകുന്നവർക്കറിയാം. അവിടുത്തെ മാലിന്യവും മറ്റും ടോയ്ലറ്റുകളും മറ്റുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് ബയോ ടോയ്ലറ്റുകൾ മേടിക്കാൻ നഷ്ടമൊന്നുമില്ലല്ലോ, അവിടെ ആ സാധനം ഇരിക്കുമല്ലോ. ഇതിനൊക്കെ ഒരു ഇച്ഛാശക്തിയും വിഷനും മാത്രം പോരെ. അങ്ങനെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക, എല്ലാവർക്കും വെള്ളം എത്തിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്യുക. ഇതൊക്കെ ഏറ്റവും ബേസിക് അല്ലേ? അതായത് ബേസിക്കായ കാര്യങ്ങളല്ലേ ഇതൊക്കെ. ഇതൊന്നും ദേവസ്വം ബോർഡ് ചെയ്യില്ലെന്ന് പറഞ്ഞാൽ ആരാ ചെയ്യുന്നത്? അവിടെയാണ് ഫോക്കസ്, എനർജി, ഒരുപാട് കാര്യങ്ങൾ ദേവസ്വം ബോർഡിന് മിസ്സിംഗ് ആണ്. ഇത് കുറ്റം പറയാൻ വേണ്ടി പറയുന്നതല്ല. കാര്യം ഇതിന്റെ സീരിയസ്നെസ് എന്ന് പറഞ്ഞാൽ, അതായത് ഞാൻ ഈശ്വരവിശ്വാസിയും ഭക്തനുമാണ്, അതോടൊപ്പം അല്ലാത്ത സീരിയസ്നെസ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ അമ്പലങ്ങളിൽ വലിയൊരു ശതമാനം നിലനിൽക്കുന്നത് ശബരിമല കൊണ്ടാണ്. അതായത് ശബരിമല തീർത്ഥാടന കാലത്താണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള അമ്പലങ്ങൾ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് മാത്രമല്ല, ഈ മണ്ഡല മകരവിളക്ക് കാലത്താണ് അവ എനർജൈസ്ഡ് ആകുന്നത്, ആ എക്കോസിസ്റ്റം ആക്ടിവേറ്റഡ് ആകുന്നത്, ഇത്രയധികം ആൾക്കാർ പോകുന്നത്. ഒരുപാട് പേരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്, ലൈവ്ലിഹുഡുമായിട്ട് ബന്ധപ്പെട്ട്, ഉപജീവനവുമായി ബന്ധപ്പെട്ടും കൂടി നിൽക്കുന്നതാണ്. എത്രയോ കുടുംബങ്ങൾ ഇതുകൊണ്ട് കഴിയുന്നുണ്ട്. അവരാരും എന്താ പറയുക, അയ്യപ്പൻ ഉപജീവനത്തിന് വേണ്ടിയല്ല, അവരുടെ ധർമ്മമെന്ന് കരുതി ചെയ്യുന്നതാണ്. പക്ഷെ അവർക്കും കുട്ടികളും മക്കളും ഒക്കെ ഇല്ലേ? ഇതൊരു ആവാസ വ്യവസ്ഥയാണ്, എക്കോസിസ്റ്റം എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് പോലെ. അങ്ങോളം ഇങ്ങോളമുള്ള ഈ ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കാൻ മാത്രമേ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്ത രാഹിത്യം കൊണ്ട് കാരണമാകുള്ളൂ. അതുകൊണ്ട് അടിയന്തരമായി ചെയ്യണം. ഒരു പോസിറ്റീവായിട്ടുള്ള, എനർജറ്റിക് ആയിട്ടുള്ള, പീസ്ഫുൾ ആയിട്ടുള്ള തീർത്ഥാടനം ഉറപ്പാക്കേണ്ടത് ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തമാണ്. വളരെ നന്ദി രാഘവേഷ്.